കഴിഞ്ഞുപോയ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് കൃത്യമായി പ്രവചിച്ചിരുന്നു CP റാഷിദ്. റാഷിദിന്റെ ഇത്തവണത്തെയും പ്രവചനം കൃത്യമായി. അതായത് റാഷിദ് പറഞ്ഞിരുന്നു, അതായത് UDF-ന് 91 മുതൽ 102 സീറ്റ് വരെ എന്ന് പറഞ്ഞു. ഇത് കൃത്യമായിട്ട് നടന്നു. LDF-ന്റെ കാര്യത്തിൽ മാത്രമാണ് 38 മുതൽ 48 വരെ എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ 35 കിട്ടിയുള്ളൂ. പക്ഷെ NDA-യുടെ കാര്യത്തിൽ 3 എന്ന് പറഞ്ഞു, അതായത് 1 മുതൽ 3 എന്ന് പറഞ്ഞതിൽ കൃത്യമായിട്ട് 3-ൽ വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പൊ അത്രയും കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രവചനമായിരുന്നു വന്നത്. ഇതിപ്പോ വലിയ രീതിയിൽ അതായത് റാഷിദിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ റാഷിദ് ഇതിനു മുമ്പ് നടത്തിയ പ്രവചനങ്ങൾ പലതും ഫലവത്തായി, അല്ലെങ്കിൽ അതൊരു റിയാലിറ്റിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന റാഷിദിന്റെ പ്രവചനങ്ങൾ ഒരു ഒത്തന്റിസിറ്റി ഉള്ള പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കാം, പക്ഷേ അതുകൊണ്ട് തന്നെയാണ് പലരും അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് റാഷിദ് ഇത്രയും കാലം പറയുന്നതെല്ലാം ആൾക്കാർ എന്നാൽ ചിലരൊക്കെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു എന്താ പറയാ ലീഗിന്റെ പട്ടമൊക്കെ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തന്നെയും, പക്ഷെ പുള്ളിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവചനങ്ങളിലും ഒരു ഒത്തന്റിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം പറയുന്നൊരു കാര്യം, 2001 ശേഷം ഉള്ള കാലയളവിൽ LDF-ലേക്ക് പോയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും ഇങ്ങോട്ടേക്ക് ഒരു UDF-ലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു. ആ നിരീക്ഷണത്തിന് ഉപോത്ബലകമായ കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കി അറിയാം. ഇത്തവണ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം UDF-നുണ്ടായി എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ റാഷിദിനെ മാറ്റി നിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്ന ഒരു ഉത്തരം, ഈ രീതിയിൽ ഒരു വലിയ വർഗീയ പ്രീണന മനോഭാവം അല്ലെങ്കിൽ രീതി നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമേ അല്ല. കാരണം അതിന് ഒരു റീസൺ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അപവാദം മലപ്പുറവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും ഏറ്റവും മലപ്പുറത്തെക്കുറിച്ച് പറയുകയും മുസ്ലിംസിനെ ആകമാനം എടുത്തു പറയുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവിടങ്ങളിൽ CPM എന്ന പോലെ ഒരു പാർട്ടി, ഒരു ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ CPM എടുക്കേണ്ടിയിരുന്ന ചില നിലപാടുകൾ എടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി UDF-നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. പലപ്പോഴായി അവിടെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ചെയ്യേണ്ടിയിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ ഒന്നിനെ തള്ളിക്കളയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാതെ അതേപടി തന്നെ, എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോട് കൈ കോർക്കാതിരിക്കാനോ കൈ കൊടുത്ത് മുന്നോട്ട് പോകാതിരിക്കാനോ പാർട്ടി ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്നായിട്ട് കണക്കാക്കാം. ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. അതിലെനിക്ക് തോന്നുന്നു M സ്വരാജ് മാത്രം മറ്റോ ആണ് അതിനെ തള്ളിക്കളഞ്ഞത്. പക്ഷെ ബാക്കി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആരും തന്നെ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയുന്ന ഒരു സമീപനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമെന്നോണം പാർട്ടിക്ക് ഒരു സംഘപരിവാർ നയം എവിടെയൊക്കെയോ ചാർത്തപ്പെട്ടു പോയി എന്നുള്ളത് വാസ്തവമാണ്. തന്നെയുമല്ല, പിന്നീട് അതിനുശേഷം VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന ഡീല് പോലെയുള്ള, അതായത് സംഘപരിവാർ ശക്തികളുമായി ഡീല് ചെയ്യുന്ന ഒന്നായി CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിവാദം ഏറ്റവും കൂടുതൽ, അതിനെ എത്രയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും അതെല്ലാം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റാഷിദിന്റെ ആ ഒരു നിരീക്ഷണം വളരെ കൃത്യമായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. പിന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ ചില തോന്നലുകളും അദ്ദേഹത്തിന്റെ ചില കണക്കൂട്ടലുമാണ്. അതൊരു ടെക്നിക്കലി നമുക്കത് എന്താ പറയുക, റാഷിദ് ഇങ്ങനെ ആയിരിക്കാം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ടെക്നിക്കലായിട്ട് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിലവിലെടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു 78 സീറ്റെങ്കിലും മിനിമം, അല്ലെങ്കിൽ 75 മുതൽ 78 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് ലഭിക്കുകയും പിന്നീട് തുടർഭരണത്തിലേക്ക് പോവുകയും ചെയ്യുമെന്ന് ഈ പറയുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും കണക്കുകൂട്ടൽ തെറ്റിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. നമുക്ക് എല്ലാവരും ആ ഒരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷെ ആ കണക്കുകൂട്ടൽ നിൽക്കുമ്പോഴും, എന്തിനേറെ പറയുന്നത്, ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പുറത്തിറങ്ങുമ്പോഴും ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന ഒന്നിനെയായിരുന്നു നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? റാഷിദിനെ തള്ളിക്കളഞ്ഞു. സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യം ഇതാ, കേരളം റാഷിദിനെ തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പൊ എക്സിറ്റ് പോള് അവകാശപ്പെടുന്നത് നിരവധി ആൾക്കാരിൽ നിന്നും എടുക്കുന്ന
ഒരു കണക്കുകൾ വെച്ചിട്ടാണ് അതിന്റെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും ടെക്നിക്കലി തെറ്റാണ് എന്ന് തെളിഞ്ഞില്ലേ. അപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും നമ്മളുടെ ഈ പറയുന്ന ആക്ച്വൽ ഫലത്തിനേക്കാൾ ഫാർ എവേ നിൽക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ആക്യുറസി കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ റാഷിദ് വീണ്ടും ഒരിക്കൽ കൂടി കരുത്ത് തെളിയിച്ചു എന്ന് വേണേൽ പറയാം. അദ്ദേഹം ഈ പറയുന്ന LDF സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് അത് കുറച്ച് കടന്നു പോയി എന്ന് എൻ്റെ ഒരു അഭിപ്രായം. 38 മുതൽ 40 സീറ്റ് വരെ എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് അദ്ദേഹം കൊണ്ട് എത്തിച്ചെങ്കിൽ തന്നെ 35ലേക്ക് ഇടതുപക്ഷം ചുരുങ്ങി പോകുന്നു. പക്ഷെ BJPയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിരുന്നു. BJP ഇത്രയൊക്കെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിയാണ്, BJPക്ക് ഉണ്ടായ വോട്ട് നേട്ടങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്ന് ചാത്തന്നൂര്, നേമം, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, ഈ 3 മണ്ഡലങ്ങളാണ്. എന്നാൽ ഈ 3 മണ്ഡലങ്ങളിലും ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വരെ മത്സരിച്ചൊരു മണ്ഡലമാണ്. അതേസമയം നേമത്തേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, കഴിഞ്ഞ തവണ K മുരളീധരൻ അവിടെ പിടിച്ച വോട്ടിനേക്കാളിൽ ഒരുപാട് വോട്ടിന്റെ, ഏകദേശം 10,000-ലധികം വോട്ടിന്റെ കുറവ് അവിടെ ശബരിനാഥൻ ഉണ്ടാവുകയും ഇതേ വോട്ടുകൾ തന്നെ അപ്പുറത്ത് എന്താ പറയാ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയമായി ഒരു വലിയ ഡീല് നടന്നിട്ടുള്ളത് BJPയും കോൺഗ്രസും തമ്മിലാണ് എന്ന് ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ റാഷിദിന്റെ പ്രവചനത്തിനുള്ളിൽ ഇങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. അത് അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ഡീൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ പൊളിറ്റിക്കലി അദ്ദേഹം ഇന്റർഫിയർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൊളിറ്റിക്കലി പറയാതെ തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു നിലവിലത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാവാം. ഇവിടുത്തെ മാധ്യമങ്ങൾ ഒട്ടുക്ക് ഇവിടെ അങ്ങനെ ഒരു ആന്റി ഇൻകബൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതായത് ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ ഇല്ല എന്ന് മാധ്യമങ്ങളടക്കം പല മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയത്. കാരണം അതിന് പറ്റിയ സാഹചര്യം കേരളത്തിൽ ഇല്ലായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 102 അല്ലെങ്കിൽ 101 സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് UDFന് എത്തിപ്പെടാൻ പറ്റുന്ന യാതൊരു പോസിബിലിറ്റീസും കേരളത്തിലില്ല. നമ്മൾ നോക്കിയാൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളെല്ലാം പൊള്ളയായ വാദങ്ങളായി മാറുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റിയ യാതൊരു സാധ്യതകളും ഇവിടെ കൊണ്ടുവരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് മാത്രമാണ്, സ്വർണ്ണക്കൊള്ളയാണ്. പക്ഷെ ആ സ്വർണ്ണക്കൊള്ളയിൽ പോലും പിന്നീട് UDFലെ പല നേതാക്കന്മാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്ക് കഥകൾ മാറി, അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഇവിടെ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പൊതുവിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആചാര സംരക്ഷണത്തിന്റെ പേരിലും ഇവിടെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. അതോടൊപ്പം ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ ഭൂരിപക്ഷത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു. പക്ഷെ നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിരുന്നെങ്കിൽ തന്നെയും അവിടെ പാർട്ടിക്ക് ചില പിടിപ്പുകേടുകൾ പറ്റി എന്നുള്ളത് വാസ്തവമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് സ്വീകരിക്കുന്ന അതേ വേളയിൽ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ അല്ലെങ്കിൽ മുസ്ലിംസിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വല്ലാത്ത രീതിയിൽ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ തിരിച്ച് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പൊതുവേദിയിലേക്ക് പങ്കെടുപ്പിച്ചത് എന്ന് പറയുന്നത് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് നമുക്ക് കാണാം. അപ്പം ഇവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമ്പാക്ട്, അതായത് ഭൂരിപക്ഷ സമുദായങ്ങളെ വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ പ്രഖ്യാപിക്കാം. പക്ഷെ ഒരിക്കൽ പോലും ആ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് പോകേണ്ട ആവശ്യം പിണറായി വിജയനെ പോലെ ഒരു നേതാവിന് ഇല്ല. ശരിക്കും ഇവിടെ അത് ചെയ്തു അവിടെ കൈ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരായി നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിന്റെ എല്ലാ വോട്ടുകൾ മറിഞ്ഞു. അപ്പൊ തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു മാറ്റം ഉണ്ടായി. ആ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് കൃത്യമായി എത്തണം എന്നുള്ള ഒരു ധാരണയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ VD സതീശന് കാഴ്ചവെക്കാനും കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തലത്തിലൂടെ മാത്രമേ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവൂ എന്ന് ചിന്തിക്കാൻ കഴിയും. ആ രീതിയിലായിരിക്കണം ഒരുപക്ഷെ റാഷിദ് ചിന്തിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ അതിനും അപ്പുറം, ഇപ്പൊ ഞാൻ ചിന്തിച്ചതിനേക്കാളും അപ്പുറം അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിലെല്ലാം ഒരുപക്ഷെ രാഷ്ട്രീയത്തിന്റെ അന്തർധാരകളെ പോലും രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചെറിയ ചലനങ്ങളെ പോലും ഒരുപക്ഷെ റാഷിദ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്നും പിന്നീട് തന്നെയുമല്ല അദ്ദേഹം കണ്ടിട്ടുള്ള പല ആൾക്കാരും മാധ്യമപ്രവർത്തകരുമായിട്ട് ചില ആശയവിനിമയങ്ങൾ നടത്താം. അപ്പം അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തകരുമായി അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താം. അങ്ങനെ അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രവചനം. അതെന്ത് തന്നെയാണെങ്കിലും വളരെ
കൃത്യമായ ഒരു പ്രവചനത്തിലൂടെ കേരളത്തിൽ വീണ്ടും തന്റെ കയ്യിലൂടെയാണ്, തനിക്കാണ് കൂടുതൽ. പക്ഷെ അന്ന് റാഷിദ് പറഞ്ഞപ്പോൾ റാഷിദിനെ ശക്തമായി എതിർത്തു, എല്ലാവരും എതിർത്തു. ഇത്രയൊന്നും UDF ഒരു കാരണവശാലും കിട്ടില്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. പക്ഷേ അത് ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം എനിക്ക് തോന്നുന്നു പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നത് വരെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം പോസ്റ്റൽ ബാലറ്റിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് EVMകളിലേക്ക് പിന്നെ വോട്ടെണ്ണൽ എത്തിയപ്പോഴാണ് ഈ പറയുന്ന ഒരു വലിയ മാറ്റം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ധർമ്മടം പോലെ ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് പോലും 6 റൗണ്ട് വരെ പിന്നിൽ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുന്ന ഇത് ഈ പറയുന്ന ധർമ്മടം പോലെ ഒരു മണ്ഡലം, അവിടെ അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോകുന്ന ചില സാഹചര്യങ്ങളാണ്. TK ഗോവിന്ദൻ മാസ്റ്റർ വരെ ഉള്ളിൽ ചങ്കിടിപ്പായിരുന്നു എന്നാ പറഞ്ഞത് പിണറായി പിന്നിലായപ്പോൾ. കാര്യം പാർട്ടി കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനകത്ത് പിന്നിലുള്ള മറ്റ് ഡീൽ രാഷ്ട്രീയം എന്തെങ്കിലും അവിടെ ആയിക്കട്ടെ, അതൊക്കെ അടിസ്ഥാനരഹിതമായിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ഒരു ആരോപണങ്ങളായി മാത്രം അവശേഷിക്കുന്നു. കാരണം ഇതൊന്നും നിയമപരമായി കണ്ടെത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഡീലുകൾ ഉണ്ടോ എന്നുള്ളതൊരു അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ റാഷിദ് എന്തായാലും ഈ പറയുന്ന പോലെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം വളരെ ജെനുവിനായി തന്നെയാണ് അദ്ദേഹം പ്രവചിച്ചതെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതിന്റെ പിന്നിലെ രാഷ്ട്രീയ വശങ്ങളൊക്കെ പോട്ടെ, അതിനുവേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള മെത്തേഡുകൾ ഒരുപക്ഷെ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ഇതിനെ സമീപിച്ചിട്ടുണ്ടാകുക, ഏത് രീതിയിലാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകുക, നമ്മളെപ്പോലുള്ളവർക്കോ അല്ലെങ്കിൽ പിന്നെ വലിയ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കോ ഒന്നും ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചിന്തിക്കാനോ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം എല്ലാ മാധ്യമങ്ങളും ശരിക്കും പറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള ഒരു ബേസിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു. അതോടൊപ്പം എന്തിനേറെ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും, അതായത് പല ഏജൻസികളും നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും വിലയിരുത്തുമ്പോൾ ഏകദേശം 10-20ലധികം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം എടുത്ത് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് പരമാവധി എനിക്ക് തോന്നുന്നു സി വോട്ടർ എങ്ങാണ്ട് മാത്രമാണ് ഒരു 90 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് UDFനെ കൊണ്ടെത്തിച്ചത്. ബാക്കിയെല്ലാം അതിൽ താഴെയാണ്. കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം വരെ UDFന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല ഏജൻസികളുടെയും ഫലം നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം എല്ലാ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഏജൻസികളുടെയും മുന്നിൽ ഇവിടെ കേരളത്തിൽ നടന്ന ഒരു ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്ന് അവകാശപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ റാഷിദ് മാത്രമാണ് ഈ പറയുന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തിയതും ഇങ്ങനൊരു പ്രവചനം നടത്തിയതും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചില കണക്കുകൂട്ടലുകൾ വളരെ ക്ലിയർ ആയിരുന്നിരിക്കാം. അതോടൊപ്പം അദ്ദേഹം അതിനുവേണ്ടി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികമായിട്ടോ അല്ലാതെയോ അദ്ദേഹം നടത്തിയിട്ടുള്ള കണക്കുകൂട്ടലുകളെല്ലാം വളരെ കൃത്യമായ ശരിയായ ദിശയിൽ തന്നെ ആയിരുന്നു എന്നാണ് ഈ പ്രവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.